അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ ഡോറ അസറിയ എന്ന സ്ത്രീയുടെ തിരുവനന്തപുരത്തെ ആഡംബര വസതി റിയൽ എസ്റ്റേറ്റ് സംഘങ്ങൾ കുറേ നാളുകളായി നോട്ടമിട്ടതാണ്. എന്നാൽ ഇവരെ പലതവണ ബന്ധപ്പെട്ടെങ്കിലും ജവഹർ നഗറിലെ കോടികൾ വിലമതിക്കുന്ന വീടും സ്ഥലവും വിൽക്കാൻ തയ്യാറായില്ല. ഈ അടുത്തിടെ ഡോറയുടെ മകളെന്ന് അവകാശപ്പെട്ട് മെറിൻ ജേക്കബ് എന്ന യുവതിയുടെ രംഗപ്രവേശം. ഡോറയുടെ രൂപസാദൃശ്യമുള്ള വട്ടപ്പാറ സ്വദേശിനി വസന്തയെ കണ്ടെത്തി വ്യാജ ആധാർ കാർഡും പ്രമാണവും മറ്റു രേഖകളും കൃത്രിമമായി നിർമ്മിച്ചു. പിന്നീട് വ്യാജ ബാങ്ക് അക്കൗണ്ടും തയ്യാറാക്കി സ്ഥലം മറ്റൊരാൾക്ക് വിൽക്കുന്നു. മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് വീടും വസ്തുവും വ്യാജരേഖ ഉപയോഗിച്ച് തട്ടിയെടുത്തത്. കേസിൽ വസന്തയും മെറിനും പുറമെ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന നിഗമനത്തിലാണ് മ്യൂസിയം പോലീസ്. തിരുവനന്തപുരം ജവഹർ നഗർ സ്വദേശിനിയും അമേരിക്കയിൽ സ്ഥിരതാമസക്കാരിയുമായ ഡോറ അസറിയ ക്രിപ്സിന്റെ ഉടമസ്ഥതയിലുള്ള ആഡംബര വസതിയും സ്ഥലവുമാണ് പ്രതികൾ വ്യാജരേഖകൾ ചമച്ച് കൈക്കലാക്കിയത്. ഡോറയുടെ പേരിലുള്ള വീട് ഇവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ കഴിഞ്ഞ ജനുവരിയിൽ മെറിൻ ജേക്കബ് എന്ന പുനലൂർ സ്വദേശിനിക്ക് ഇഷ്ടദാനം നൽകിയതായി വ്യാജരേഖയുണ്ടാക്കിയായിരുന്നു തട്ടിപ്പ്. ഡോറയുടെ വളർത്തുമകളാണ് മെറിൻ ജേക്കബ് എന്ന് വരുത്തി തീർത്താണ് വസ്തുവിൻ്റെ പ്രമാണം നടത്തിയത്. വ്യാജരേഖ നിർമ്മിച്ച് വസ്തു സ്വന്തം പേരിലാക്കിയ യുവതി തൊട്ടടുത്ത് തന്നെ ചന്ദ്രസേനൻ എന്നയാൾക്ക് 1.5 കോടി രൂപയ്ക്ക് വിലയാധാരം എഴുതി വിൽക്കുകയായിരുന്നു. അമേരിക്കയിൽ സ്ഥിരതാമസക്കാരിയായ ഡോറയോട് രൂപസാദൃശ്യമുള്ള വട്ടപ്പാറ മരുതൂർ സ്വദേശിനിയായ വസന്തയെ ഉപയോഗിച്ചാണ് വ്യാജ ആധാർ കാർഡും പ്രമാണവും മറ്റ് രേഖകളും തട്ടിപ്പ് സംഘം നിർമ്മിച്ചത്. ഭൂമിയുടെ രജിസ്ട്രേഷനുള്ള തുക ഡോറയുടെ പേരിൽ വ്യാജമായി തുടങ്ങിയ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചായിരുന്നു ഇടപാട്. ഡോറയുടെ നിർദ്ദേശപ്രകാരം വീടിൻ്റെ കരമടയ്ക്കാൻ സുഹൃത്ത് വില്ലേജ് ഓഫീസിൽ എത്തിയപ്പോഴാണ് ഭൂമിയുടെ കൈമാറ്റം നടന്ന വിവരം ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് മ്യൂസിയം പോലീസിന് ലഭിച്ച പരാതിയിൽ അന്വേഷണം നടത്തവെയാണ് വ്യാജ പ്രമാണവും വ്യാജ ആധാർ കാർഡും കണ്ടെത്തിയത്. രജിസ്ട്രാർ ഓഫീസിലെ റെക്കോർഡ് വിശദമായി പരിശോധിച്ച് അതിലെ വിരലടയാളങ്ങൾ കേന്ദ്രീകരിച്ച് ഫിംഗർ പ്രിന്റ് ബ്യൂറോയുടെ സഹായത്തോടെ നടത്തിയ അന്വേഷണമാണ് ഒടുവിൽ പ്രതികളിലേക്ക് എത്തിയത്. സംഘം മറ്റേതെങ്കിലും ഭൂമി സമാനമായ തരത്തിൽ വ്യാജരേഖ നിർമ്മിച്ച് തട്ടിയെടുത്തിട്ടുണ്ടോ എന്നറിയാൻ അന്വേഷണം തുടരുകയാണ്. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ ഉടൻ പിടിയിലാകുമെന്ന് മ്യൂസിയം പോലീസ് അറിയിച്ചു. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം.